വയോധികരായ ഓരോ പൗരനും അവർക്ക് ഒരു സ്ലാബ് പെൻഷനാണ് കിട്ടുന്നത്. അവിടെ ചിലർക്ക് 160 രൂപ, ചിലർക്ക് 600 രൂപ, ചിലർക്ക് 1200 രൂപ, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരേ സ്ലാബിലാണ് പെൻഷൻ കിട്ടുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെയല്ല പെൻഷൻ കിട്ടുന്നത്. പെൻഷൻ സാർവത്രികമാക്കുമ്പോൾ ഇവിടെ കർഷക തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, ക്വാറിയിൽ പണിയെടുക്കുന്നവർ, അതുപോലെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്ന ഓരോ തൊഴിലാളിക്കും ഒരേ പെൻഷൻ കിട്ടണം എന്നുള്ളതാണ് ആശയം. വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആ മഹാസംരംഭം ദശാബ്ദങ്ങളായി ഈ കോസിന് വേണ്ടി സമരമുറകൾ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് വൺ ഇന്ത്യ വൺ പെൻഷൻ വരാൻ ഇത്രയും താമസിക്കുന്നത് എന്നുള്ളത് നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. കാരണം വികസിത രാജ്യങ്ങൾ ഇതിനെ നടപ്പിലാക്കുമ്പോൾ നമുക്ക് അത് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് എവിടെയോ വലിയ സിസ്റ്റത്തിന്റെ തകരാറാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ നികുതി വരുമാനത്തിന്റെ 90% സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിനും പെൻഷനും വേണ്ടി സർക്കാർ മാറ്റിവെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വയോധികരായിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ചും പണിയില്ലാത്തവർ അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിതം നശിപ്പിച്ചവർ, അവർക്ക് ഗത്യന്തരമില്ലാതെ, ആശയമില്ലാതെ, ശരണമില്ലാതെ അവർ ഈ ലോകത്ത് ജീവിക്കുകയാണ്. അങ്ങനെ 60 വയസ്സ് കഴിഞ്ഞ ഓരോ പൗരനും തുല്യ പെൻഷൻ കൊടുത്തുകൊണ്ട് തുല്യനീതി നടപ്പിലാക്കുവാൻ സംസ്ഥാന സർക്കാരുകളും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും മുൻപിൽ വരണമെന്നാണ് ഈ ആശയം വഴി ഞങ്ങൾ സന്ദേശം നൽകുന്നത്. വരുന്ന ആളുകളിൽ വളരെ വലിയ പ്രചരണ പരിപാടികളുമായും സമര പോരാട്ടങ്ങളുമായും വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന സംരംഭം മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായവും അതുപോലെ സഹകരണവും അതുപോലെ കൂട്ടായ പ്രവർത്തനവും ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ ജാഥയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.